ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കാനുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നന്നാക്കി തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്തതാണേ. അപ്പം ഞങ്ങൾ എപ്പോഴും സൺഡേയിലൊക്കെ ചിക്കൻ വാങ്ങിക്കഴിയുമ്പോൾ കുറച്ച് പീസ് എടുത്ത് മാറ്റി വയ്ക്കും. കാരണം ഞങ്ങൾക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ചില്ലി ചിക്കൻ കറി അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പത്തിരി ഉണ്ടല്ലോ, നൈസ് പത്തിരി, അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അരമുറി ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി, അതുകൊണ്ട് അത് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ഒരു 2-3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അധികം എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കറി വയ്ക്കുന്നുള്ളൂ. ഞങ്ങൾ 2 പേർക്ക് വേണ്ടി മാത്രമാണ്, ഒരു നേരത്തേക്ക് വേണ്ടി മാത്രമാണ് ഇത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ രുചി അധികം ആയിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഒരു കയ്പ്പ് ഫീൽ ചെയ്യും, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി മതി. പിന്നെ വെളുത്തുള്ളി, ഗാർലിക്, അത് കുറച്ചധികം വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ക്യാപ്സിക്കം എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി മതി, അത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ നന്നാക്കി വെച്ചിരിക്കുന്നതെല്ലാം കഴുകി വൃത്തിയാക്കി കട്ടിംഗ് ബോർഡിൽ നിരത്തി വെച്ചു കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ ചെറുതാക്കി, വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. പിന്നീട് സവോള 2 രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ വളരെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. അതൊരു അരമുറി നമ്മൾക്ക് മതിയാവും, ആ വലുപ്പത്തിലുള്ളത്. പിന്നീടുള്ള സവോളകളെല്ലാം വളരെ വലിയ കഷ്ണങ്ങളായിട്ട്, അതായത് ക്യൂബ്സായിട്ട്, നിങ്ങൾ ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ, ആ ഒരു വലുപ്പത്തിൽ വേണം സവോളയും. ക്യാപ്സിക്കം സവോളയേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സെയിം അളവിലായാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് ഇങ്ങനെ ചരിച്ച് കീറിയാണ് ഇടാറ്. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കൈവശമുള്ള പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ അളവ് നോക്കിയെടുക്കുക. അപ്പോൾ ഞാൻ സവോള വലുതാക്കി അരിയും എന്ന് പറഞ്ഞില്ലേ, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വലുതാക്കി അരിയുന്ന കഷ്ണങ്ങളാണേ. കുഞ്ഞിതാക്കി അരിഞ്ഞത് ഇപ്പുറത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പിന്നെ ക്യാപ്സിക്കവും അരമുറി മതി, ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് വേണ്ട. ബാക്കി ക്യാപ്സിക്കം ഞാൻ അടുത്ത എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ ചട്ടി വെച്ചു. ഞാൻ മൺചട്ടിയും ഇരുമ്പ് ചട്ടിയും അങ്ങനത്തെ ചട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ വളരെ കുറവാണ്. ആകെ ഒരു അപ്പച്ചട്ടി മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനായിട്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ചട്ടികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സംതൃപ്തിയാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചട്ടികളൊക്കെ കുറേ വാങ്ങാനും. അപ്പോൾ ആദ്യം ചട്ടി വെച്ചു, പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഇട്ടു കേട്ടോ. ഫസ്റ്റ് ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ടു. അത് രണ്ടും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരണം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും. പിന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഇട്ടു. അത് 3ഉം കൂടി നന്നായിട്ട് വഴണ്ട് നന്നായി ബ്രൗൺ കളറായി വരണം, അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പച്ചമുളകും കൂടി ഇടാവുന്നതാണ്. പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മാത്രം ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മിസ്സായി പോയതാണേ, അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി. അതുകൂടി അതിലേക്ക് ഇട്ടു നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കണം നമുക്ക് കേട്ടോ. ഇത് സത്യത്തിൽ ചില്ലി ചിക്കനൊക്കെ എല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കാറ്. ഇത് ഫ്രൈ ചെയ്യാതെ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു വഴിയാണ്. അങ്ങനെ ഈ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്ക് അടച്ച് വയ്ക്കാം. ചിക്കൻ അധികം വേവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചിക്കൻ അടച്ച് വെച്ച് വേവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ പൊടി, നമ്മളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലും വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിവിടെ 1 സ്പൂണാണ് ഇതിനെടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കും. പിന്നീട് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായി വറ്റി നല്ല ഡ്രൈ ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു രൂപത്തിലെത്തുമ്പോൾ അതിലേക്ക് നമുക്ക്
സോയാ സോസില്ലേ, അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് ഞാൻ 2 സ്പൂണാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ അളവനുസരിച്ചാണ്, ചിക്കൻ്റെ അളവനുസരിച്ച്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണ് ഇഷ്ടം കൂടുതൽ, സോസിൻ്റെയൊക്കെ മധുരം ഇഷ്ടം കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. എനിക്ക് കുറച്ച് മധുരം കുറവാണ് ഇഷ്ടം ചില്ലി ചിക്കനിൽ. എരിവിച്ചിലുള്ള ചില്ലി ചിക്കനാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ സോസ് ഒഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ പച്ചമുളകിന് നല്ല അത്യാവശ്യം എരിവുണ്ട്. ഈ സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ചില്ലി ചിക്കൻ്റെ ഒരു മണം അങ്ങ് വരും കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയൊക്കെ വെക്കുക. പിന്നീട് നമ്മളതിലേക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനിവിടെ 2 സവോളയാണ്, 2 ഒരു ചെറിയ സൈസ് സവോളയാണ് എടുത്തിരുന്നത്. നമുക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സവോള ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സവോള ഒന്ന് ചെറിയ വേവായതിന് ശേഷം മാത്രം നമുക്ക് ക്യാപ്സിക്കം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ സവോള ആദ്യം ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചു വേവിച്ചു. ഒരു മിനിറ്റ് വേണ്ട കേട്ടോ, അത്രയും നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അത് തുറന്നു. പിന്നീട് അതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തു. ക്യാപ്സിക്കത്തിന് ഒരുപാട് വാടേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മൾ ഒത്തിരി ഇട്ട് വാട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം ഇങ്ങനെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അപ്പുറത്ത് ഗ്യാസിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ സവോള ഇട്ട സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം തിളച്ച് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഒഴിക്കാൻ. ഒരിക്കലും തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ. അത് നമ്മൾ ഏത് കറികൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ തിളച്ച വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു വെള്ളം തെളിഞ്ഞു നിൽക്കുന്ന ഒരു മയമാണല്ലോ, ആ ഒരു ചില്ലി ചിക്കൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കോൺഫ്ലവർ 1 സ്പൂൺ ഇത്തിരി വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അതൊഴിക്കുന്നതിന് മുൻപ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം നമ്മൾക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആ കോൺഫ്ലവർ ഒഴിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആകും കേട്ടോ. അപ്പോൾ പെട്ടെന്നായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റ് കൂടി അതൊന്ന് തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വേറെ കളർ പൊടികളൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ നാച്ചുറലായി തയ്യാറാക്കാൻ പറ്റുന്നതുമായൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബായ്.